ഞാൻ എൻ്റെ 19, 18, 19 അല്ലെങ്കിൽ ആ ഒരു ഇതിലാണ് നിൽക്കണേ. ഞാൻ എൻ്റെ മോളെ പേടിച്ചിരുന്നില്ല. എന്താണെന്നറിയോ? ഇത്രയും വലിയൊരു സെക്സ് വർക്ക് സമൂഹത്തിൽ നിന്നാൽ എൻ്റെ മോളെ അതിൽ ആരെങ്കിലും വഴി തെറ്റിച്ച് കൊണ്ടുപോകുന്നു ഞാൻ പേടിച്ചിരുന്നില്ല. അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചിലർ ഒരു കാരണമില്ലാണ്ട് പിടിച്ചുകൊണ്ടായി സെക്സ് വർക്കർ ആക്കുന്നവരുണ്ട്. ചിലർക്ക് ഒരു ചായ്വ് ഉണ്ടാവണം. പക്ഷെ സ്റ്റഡിയായി നിന്ന എൻ്റെ മോൾക്ക് ഒന്നും സംഭവിച്ചില്ല. ഈ കന്യാകുമാരിയിൽ താമസിക്കും മുമ്പേ ഒരു ട്രാൻസ്ജെൻഡറുടെ കൂടെ ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഷോള് വിരിച്ചിട്ട് എൻ്റെ മോളും അവനും കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അവനെ കണ്ട ട്രാൻസ്ജെൻഡർ ആയിട്ടല്ല തോന്നുന്നത്, അവനെ കണ്ട ശരാശരി പുരുഷനായിട്ടാണ് തോന്നുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, മോളെ നിനക്ക് പേടിയുണ്ടായിരുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല അമ്മ, നമ്മുടെ ശിവേട്ടനല്ലേ. മനസ്സിലായോ? അങ്ങനെ ഇപ്പോൾ അമ്മ അങ്ങനെ ആയതുകൊണ്ട് തന്നെ മോൾ അതിലേക്ക് പോകുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. ഇല്ലായിരുന്നു. എന്നോട് ആദ്യം ചോദിച്ചത് അജിതയാണ് ചോദിച്ചത്. നല്ല സെക്സ് വർക്ക് നല്ലതാന്ന് പറയുമ്പോൾ മോളെ എന്തുകൊണ്ട് അതിലേക്ക് വിടുന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വിടുന്ന ആളല്ല. ഞാൻ ഇന്ന് വരെ ഒരു സ്ത്രീയോടും ഒരു കുട്ടിയോടും അല്ലെങ്കിൽ ആരെങ്കിലും അല്ലെങ്കിൽ ഞാൻ എവിടെ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഇത് നല്ല തൊഴിലാണ്, നിങ്ങൾ പോകണമെന്ന് പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞു കൊടുത്തത് സെക്സ് വർക്കറായി നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരു പട്ടാളക്കാരൻ യുദ്ധമുഖത്ത് എങ്ങനെ നിൽക്കുന്നു, ഫയർ നടക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നീ എങ്ങനെ നിൽക്കുന്നു, അവിടെ നിൽക്കാനുള്ള ധൈര്യം വേണം ഒരു സെക്സ് വർക്കർക്ക്.